ഓൾ വെൽക്കം ടു എജൂസ് അക്കാഡമി. ഇന്ന് പോഡ്കാസ്റ്റിൽ വരാനിരിക്കുന്ന DME അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ നഴ്സിംഗ് എക്സാമിന് എങ്ങനെ ക്രാക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഒരു എക്സാമിൻ്റെ ഒരു ഓവറോൾ ഓറിയൻറ്റേഷൻ, പ്രിപ്പറേഷൻ സ്ട്രാറ്റജി, സ്റ്റഡി സ്ട്രാറ്റജി എന്നിവയെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. എന്നോടൊപ്പമുള്ളത് കഴിഞ്ഞ DME അസിസ്റ്റന്റ് പ്രൊഫസർ എക്സാമിൽ 9ാമത്തെ റാങ്ക് നേടുകയും ആലപ്പുഴ ഗവൺമെൻറ് കോളേജ് ഓഫ് നഴ്സിംഗിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ആയിരിക്കുകയും നിലവിൽ എജൂസ് ഇൻ്റർനാഷണൽ അക്കാഡമി ഫോർ നഴ്സസിൻ്റെ ചെയർമാനുമായിരിക്കുന്ന ഷൈൻ സാറാണ്. ഫസ്റ്റ് ഓഫ് ഓൾ സാർ, വെൽക്കം ടു ദ സെഷൻ. സാറിൻ്റെ ഒരു അച്ചീവ്മെൻറ്റ്സ് പറയുകയാണെങ്കിൽ ഒരു നീണ്ട ലിസ്റ്റ് തന്നെയുണ്ട്. ഈ 9ാമത്തെ റാങ്കിനോടൊപ്പം തന്നെ 2022 നടന്ന നഴ്സിംഗ് ട്യൂട്ടർ എക്സാമിൽ 19ാമത്തെ റാങ്കും, PGIMRൻ്റെ MSc എൻട്രൻസിൽ ഫസ്റ്റ് റാങ്കും, INC PhD എൻട്രൻസിൽ ഫസ്റ്റ് റാങ്കും, അതോടൊപ്പം എയിംസ് DHS DME എക്സാമിൽ റാങ്ക് ഹോൾഡറും കൂടെയാണ് സാറ്. അപ്പോൾ സാർ, നമുക്ക് ആദ്യം സാറിൻ്റെ അച്ചീവ്മെൻറ്റ്സിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ സാർ ഒരു സ്റ്റാഫ് നഴ്സ് ലെവൽ എക്സാം തൊട്ട് അസിസ്റ്റൻറ്റ് പ്രൊഫസർ ലെവൽ എക്സാം അല്ലെങ്കിൽ ഒരു PhD എൻട്രൻസ് ലെവൽ എക്സാം വരെ ക്രാക്ക് ചെയ്ത ഒരു വ്യക്തിയാണ്. പൊതുവെ ഒരു ടോക്കുണ്ട്, അല്ലെങ്കിൽ MSc, പ്രത്യേകിച്ച് MSc ഡിഗ്രി ഹോൾഡേഴ്സിൻ്റെ ഒരു ഇടയിലൊരു ടോക്കുണ്ട്. ഈ ഒരു അസിസ്റ്റൻറ്റ് പ്രൊഫസർ എക്സാം എന്ന് പറയുന്നത് ഒരു ബാലി കയറാൻ മലയാണ്. ആക്ച്വലി ഒരു ട്രൂ ആസ്പിറൻ്റ് എങ്ങനെയാണ് ഈ ഒരു എക്സാമിനെ അപ്രോച്ച് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്താണ് ഈ ഒരു അസിസ്റ്റൻറ്റ് പ്രൊഫസർ എക്സാം എന്ന് പറയുന്നത്? ഓക്കെ, അപ്പോൾ നല്ല ചോദ്യമാണ്. ആദ്യമേ എന്നെക്കുറിച്ച് പറഞ്ഞ നല്ല വാക്കുകൾക്കൊക്കെ നന്ദി പറയുന്നു. അപ്പോൾ ആക്ച്വലി നമ്മുടെ അസിസ്റ്റൻറ്റ് പ്രൊഫസർ എക്സാം എന്ന് പറയുമ്പോഴത്തേക്ക് പ്രത്യേകിച്ച് MSc നഴ്സിംഗ് കംപ്ലീറ്റ് ആയ ഒരു സ്റ്റുഡൻറ്റ്, പ്രത്യേകിച്ച് എക്സ്പീരിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ തന്നെ നമുക്ക് ഇപ്പം നാട്ടിൽ തന്നെ സെറ്റിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ എക്സാം പാസ്സാവുക എന്നുള്ളത് വലിയ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. ഈ പറഞ്ഞ പോലെ അതൊരു ബാലികാറ മലയൊന്നുമല്ല. നമുക്ക് ആക്ച്വലി പുറത്ത് നോക്കുമ്പോഴത്തേക്ക് അങ്ങനെ ആയിരിക്കും തോന്നുക, അതായത് ഇത് എന്നെക്കൊണ്ട് പറ്റില്ല എന്നായിരിക്കും തോന്നുക. പക്ഷേ അത് അങ്ങനെയൊന്നുമല്ല. ഏതൊരു എക്സാമും നമ്മൾ ആ ഒരു എക്സാമിൻ്റെ സ്ട്രാറ്റജി മനസ്സിലാക്കി പഠിക്കുക. അതുകൂടാതെ ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരിക, എക്സാമിൻ്റെ പാറ്റേൺ അറിഞ്ഞ് പഠിച്ചു കഴിഞ്ഞാൽ കുറച്ച് നേരത്തെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക, അതായത് കുറച്ച് അഡ്വാൻസ് ആയിട്ട് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുകയാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് ഈ എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് കഴിയും. അതിനെക്കുറിച്ച് ഇപ്പം ആക്ച്വലി അതിനെക്കുറിച്ച് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ. അതായത് നമ്മുടെ MSc നഴ്സിംഗ് എക്സാം പാസ്സായിട്ടുള്ളൊരു കുട്ടി പ്രത്യേകിച്ച് എക്സ്പീരിയൻസ് ഇല്ലാതെ തന്നെ, ഇപ്പം അത് ഞാൻ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേരള PSC പോയിട്ട് വർക്ക് ചെയ്ത്, ഞാൻ ആക്ച്വലി സ്റ്റേറ്റിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, അതുപോലെ സെൻട്രലിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സെൻട്രൽ ഗവൺമെൻറ്റിനൊക്കെ ഇതുപോലെയുള്ള ടീച്ചിങ് പോസ്റ്റിന് അപ്ലൈ ചെയ്യണമെങ്കിൽ സാധാരണ എക്സാം MSc പാസ്സായതിനു ശേഷം ഒരു 3 വർഷമെങ്കിലും എക്സ്പീരിയൻസ് വേണ്ടി വരും. സോ ആക്ച്വലി നമ്മുടെ കേരള PSCയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു എക്സ്പീരിയൻസിൻ്റെ ആവശ്യമില്ല. MSc കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഫ്രഷറിന് വളരെ നന്നായിട്ട് നല്ല ഒരു പ്രിപ്പറേഷൻ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ ഇതിൻ്റെ സ്റ്റഡി സ്ട്രാറ്റജിയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും പറയാറുണ്ട്, ആക്ച്വലി എപ്പോഴും നമ്മൾ ഏർലി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത്. അത് തന്നെയാണ് ഇവിടെ നമുക്ക് പറയാനായിട്ടുള്ളത്. എക്സാമിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ വന്നതിന് ശേഷം പഠിച്ചു തുടങ്ങാതെ നമ്മൾ കുറച്ച് നേരത്തെ തന്നെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. കൂടാതെ ഫ്രീക്വൻ്റ് ആയിട്ടുള്ള റിവിഷൻ, പിന്നെ ഒരു എക്സാം പാറ്റേൺ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് ഈ എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് കഴിയും. അതായത് ഇതിന് അങ്ങനെ ഒരു വലിയൊരു IQ അങ്ങനെയൊന്നും വേണമെന്നില്ല. ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള പഠിത്തം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് എക്സാം പാസ്സാകാനായിട്ട് കഴിയും. ഒരു കൂളായിട്ടൊരു അപ്രോച്ച് തന്നെ ഈ ഒരു എക്സാമിന് കൊടുത്താൽ മതി. തീർച്ചയായും, അതെ അതെ. നമ്മളൊരു ഒരുപാട് സ്ട്രെസ് ആയിട്ട് പഠിക്കുന്നതിനേക്കാളും എപ്പോഴും നല്ലത് വളരെ നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. അതൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് നല്ല റാങ്ക് മേടിച്ച് ഈ എക്സാം പാസ്സാകാനായിട്ട് കഴിയും. തീർച്ചയായിട്ടും ഇതൊരു ഹയർ ലെവൽ എക്സാം തന്നെയാണ്. അപ്പോൾ നമുക്ക് ലാസ്റ്റ് 2023 ഈ ഒരു എക്സാം നടന്നത്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോ വർഷം കഴിയും തോറും എക്സാം പാറ്റേണിൽ തന്നെ ഡിഫറൻസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എക്സാമിന് ശരിക്കും ഒരു ആസ്പിറൻ്റ് എപ്പോൾ തൊട്ടാണ് ശരിക്കും എനിക്കൊരു അസിസ്റ്റൻറ്റ് പ്രൊഫസർ ആകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി എപ്പോൾ മുതലാണ് ഈ ഒരു എക്സാം പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത്? നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിച്ചു തുടങ്ങിയാൽ മതിയോ? ആക്ച്വലി നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ആക്ച്വലി നമ്മളെ കാൻഡിഡേറ്റ്സിലൊക്കെ നമ്മൾ കാണുന്ന ഒരു പ്രവണത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വളരെ കാമായിരിക്കും. നോട്ടിഫിക്കേഷൻ വരുമ്പോഴത്തേക്ക് അവർ നന്നായിട്ടൊന്ന് പഠിച്ചു തുടങ്ങും, ഒരു പീക്കിലെത്തും. പിന്നെ നോട്ടിഫിക്കേഷനൊക്കെ കഴിഞ്ഞ് അതൊക്കെ അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ ചെറിയൊരു പോസ് ഉണ്ടാകും. ആ സമയത്ത് അവരുടെ പ്രിപ്പറേഷനൊക്കെ നേരെ താഴേക്ക് പോകും. പിന്നെ പഠിക്കുക ആ ഒരു എക്സാമിൻ്റെ ഡേറ്റ് അല്ലെ, ആ ഒരു എക്സാമിൻ്റെ ഡേറ്റ് വരുമ്പോഴത്തേക്കും ആയിരിക്കും പഠിച്ചു തുടങ്ങുക. അപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ കോവിഡിന് ശേഷം, അതായത് 2020 ശേഷം നമ്മുടെ PSCയുടെ എക്സാമിൻ്റെ പാറ്റേണിലൊക്കെ നല്ല ചേഞ്ച് വന്നിട്ടുണ്ട്. അതായത് പല തരത്തിലുള്ള ഡിഫറെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് അവർ പരീക്ഷിക്കുക. അതിലൊന്നാണ് ഈ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ. പിന്നെ അതുകൂടാതെ മൾട്ടിപ്പിൾ റെസ്പോൺസ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അതായത് നമുക്ക് ആക്ച്വലി ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു കണ്ടീഷനെ കുറിച്ച് വളരെ ഡെപ്തിലുള്ള നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ മൾട്ടിപ്പിൾ റെസ്പോൺസ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക്
ആൻസർ ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി വേണ്ടത് ആക്ച്വലി വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് വളരെ ഇൻഡെപ്തിലുള്ള സ്റ്റഡി ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൂടാതെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള നിരന്തരമായിട്ടുള്ള പരിശീലനവും ഇതിന് അത്യാവശ്യമാണ്. ആക്ച്വലി എൻ്റെ ഒരു പ്രിപ്പറേഷനൊക്കെ പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ ഭുവനേശ്വറിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ ആക്ച്വലി ഈ അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ നഴ്സിംഗിൻ്റെ എക്സാമിൻ്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക എനിക്ക് തോന്നുന്നു എക്സാമിന് ഏകദേശം ഒരു 2 വർഷം മുന്നെയാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. എക്സാമിന് 2 വർഷം മുന്നെയാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുക. എൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആക്ച്വലി ഒരു ദിവസം അങ്ങ് തീരുമാനിക്കായിരുന്നു ഇനി പഠിച്ച് ഈ എക്സാം പാസ്സായി എനിക്ക് നാട്ടിൽ ജോലി വേണം എന്ന് ഞാൻ തീരുമാനിക്കായിരുന്നു. അപ്പം നെക്സ്റ്റ് ഡേ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. വെരി നെക്സ്റ്റ് ഡേ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അലാമിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല. ഒരു രാവിലെ 4 മണിയായപ്പോഴത്തേക്ക് ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ അറിയാതെ തന്നെ എഴുന്നേറ്റു പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു. ആക്ച്വലി ആ ഒരു പ്രിപ്പറേഷൻ ആ ഒരു പേസിൽ തന്നെ എനിക്ക് ഏകദേശം ഒരു 1.5 വർഷം അല്ലെങ്കിൽ 2 വർഷത്തോളം എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എന്നെ ഈ വിജയത്തിലേക്ക് എത്തിച്ചതിൽ നിർണായകമായ ഒരു പങ്ക് വഹിച്ചത് എന്ന് എനിക്ക് പറയാനായിട്ട് കഴിയും. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നത് ഏർലി ആയിട്ട് പ്രിപ്പയർ ചെയ്യുക, അത് നിരന്തരമായിട്ട് പരിശീലിച്ചു കൊണ്ടിരിക്കുക, നിരന്തരമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക, നിങ്ങൾക്ക് ഉറപ്പായിട്ട് ജയിക്കാനായിട്ട് കഴിയും. ഇപ്പോൾ നേരത്തെ പഠിച്ചാൽ നേരെ പഠിക്കാമെന്നുള്ളൊരു കൺസെപ്റ്റ് തന്നെയാണ് ഈ ഒരു എക്സാമിൽ വരുന്നതെന്ന് തോന്നുന്നു. ഇപ്പോൾ സാറിനെ സംബന്ധിച്ചിടത്തോളം സാർ ഒരു സ്റ്റാഫ് നഴ്സ് ലെവൽ എക്സാം തൊട്ട് ഒരു അസിസ്റ്റൻറ്റ് പ്രൊഫസർ എക്സാം വരെ ക്രാക്ക് ചെയ്തു. ഇപ്പോൾ എജൂസ് അക്കാഡമിയിലെ സ്റ്റുഡൻസിൻ്റെ പ്രിയപ്പെട്ട അധ്യാപകനായിട്ട് തുടരുന്നു. അപ്പോൾ നമുക്കറിയാം എജൂസ് അക്കാഡമിയിലൂടെ വളരെ മികച്ച രീതിയിലുള്ള ക്ലാസ്സുകളാണ് സാറ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ DMEയുടെ ഒരു എക്സാം പ്രിപ്പറേഷൻ്റെ ഹൈപ്പിൽ നിൽക്കുന്ന ഒരു സമയമാണ്. മാരത്തോൺ റിവിഷനിലൂടെ തന്നെ മണിക്കൂറുകളോളം തന്നെ സാറ് കുട്ടികളായിട്ട് ലൈവായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫീൽഡിൽ ഇത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടും ഇത്രയും എഫേർട്ട് കൊടുത്തും നിൽക്കാൻ വേണ്ടി ഒരു മോട്ടിവേറ്റിംഗ് ഫാക്ടർ ഉണ്ടായിരിക്കുമല്ലോ. എന്താണ് ആ ഒരു മോട്ടിവേറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത്? ആക്ച്വലി ഇപ്പോഴും മോട്ടിവേഷൻ എന്ന് പറയുന്നത് നമ്മൾ ആർക്ക് വേണ്ടിയാണോ നമ്മൾ പണിയെടുക്കുക അല്ലേ, നമ്മൾ ആർക്ക് വേണ്ടിയാണോ വർക്ക് ചെയ്യുക അവരിൽ നിന്ന് കിട്ടുന്ന ഫീഡ്ബാക്കാണ് നമുക്ക് എപ്പോഴും മോട്ടിവേഷൻ എന്ന് പറയുക അല്ലേ. അപ്പോൾ ആക്ച്വലി ഞാൻ ശരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ JPHN എക്സാമിൻ്റെ ഒരു പ്രിപ്പറേഷനാണ്. അപ്പോഴാണ് ആക്ച്വലി അതിന് മുന്നേയും ചെറുതായിട്ടൊക്കെ പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ആ ഒരു ഇൻറ്റൻസീവായിട്ട് ഈ ഒരു ട്രാക്കിലേക്ക് വരുന്നത് JPHN എക്സാമിൻ്റെ പ്രിപ്പറേഷനോട് കൂടിയാണ്. ആക്ച്വലി അപ്പോഴാണ് നമ്മൾ പലതരത്തിലുള്ള സ്ട്രാറ്റജീസ് ഒന്ന് പരീക്ഷിച്ച് നോക്കിയത്. അതായത് മെയിൻലി ഒരു ഇൻഡെപ്ത് ആയിട്ടുള്ള തിയറി ക്ലാസ് കൊടുക്കുക, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ടെസ്റ്റ് കൊടുക്കുക, പിന്നെ അതിൻ്റെ ഫീഡ്ബാക്ക് എടുക്കുക, അവർക്ക് ഡൗട്ട്സ് ഉള്ളത് ക്ലിയർ ചെയ്ത് കൊടുക്കുക. അതുകൂടാതെ സ്റ്റുഡൻസിനോട് സ്വന്തമായിട്ട് റിവൈസ് ചെയ്യാനായിട്ട് പറയുക, അതിനുശേഷം ഫാക്കൽറ്റി റിവിഷൻ കൊടുക്കുക, വീണ്ടും ഒരു എക്സാം നടത്തുക, പിന്നെ ഏറ്റവും ലാസ്റ്റായിട്ട് ഈ പറഞ്ഞ പോലെ ഒരു മാരത്തോൺ റണ്ണപ്പ്. ആക്ച്വലി ഇതായിരുന്നു നമ്മുടെ JPHL നമ്മൾ ട്രൈ ചെയ്ത ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ആക്ച്വലി ഞാൻ പോലും വിചാരിച്ചില്ല ഒരു വളരെ ഒരു ഹൈ അക്സെപ്റ്റൻസ് അല്ലെങ്കിൽ ഹൈ റേറ്റ് ഓഫ് അക്സെപ്റ്റൻസ് ആയിരുന്നു നമ്മുടെ സ്റ്റുഡൻസിൽ നിന്ന് നമുക്ക് കിട്ടിയത്. ആക്ച്വലി എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, പലപ്പോഴും ആ എക്സാമിൻ്റെ അന്ന് എക്സാമിന് പോകുന്നതിന് മുന്നേ പല സ്റ്റുഡൻസ് എന്നെ പേഴ്സണലി വിളിച്ചിട്ട് സാർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ഇമോഷണലി ആണ് അവർ എക്സാമിന് വേണ്ടി പോകുന്നത്. അതായത് ഞാൻ ഇന്നുവരെ ഇങ്ങനെ ഒരു എക്സാമിന് പഠിച്ചിട്ടില്ല, ഇങ്ങനെ പ്രിപ്പയർ ചെയ്തിട്ടില്ല, ഞങ്ങളെ ആരും പഠിപ്പിച്ചിട്ടില്ല, അതുകൊണ്ട് സാർ ഞങ്ങൾക്കൊരു ഒരു ഗുരുനാഥനെ പോലെയാണ്, അപ്പോൾ സാറിൻ്റെ അനുഗ്രഹം വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അനുഗ്രഹം മേടിച്ചിട്ടാണ് ഒരുപാട് കുട്ടികളൊക്കെ പോയത് കേട്ടോ. അപ്പം അത് എനിക്ക് ഭയങ്കര ഇമോഷണലി തന്നെ എനിക്ക് ഭയങ്കര ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള ഇൻസിഡൻ്റ് ആയിരുന്നു. അതിലും ഏറെ ആക്ച്വലി ആ എക്സാം കഴിഞ്ഞതിന് ശേഷം പിള്ളേരുടെ ഒരു ഫീഡ്ബാക്ക് ഉണ്ടായിരുന്നു. അതായത് പലരും ഒരുപാട് പേര് മെസ്സേജ് അയച്ചു, ഒരുപാട് പേര് വിളിച്ചു, സാറിന് വേണ്ടി സാറിൻ്റെ കുടുംബത്തിന് വേണ്ടിയൊക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ഒരു അപ്രോച്ചായിരുന്നു ആ സമയം എനിക്ക് കിട്ടിയിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഇപ്പം നമുക്ക് ആക്ച്വലി നമ്മുടെ സ്റ്റുഡൻസിനെ നമ്മുടെ ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ഇപ്പോഴും അതുപോലെ തന്നെയാണ് അവർ പറയുന്നത്, സാർ ഇപ്പം ഈ ഒരു മെസ്സേജ് വരുമ്പോൾ ജീവിതത്തിൽ ഞാനിത് ഇങ്ങനെ ഒരു മെസ്സേജ് കുറേ നാൾ കൊണ്ട് ഞാൻ നോക്കിയിരിക്കുന്നതാണ്, എനിക്ക് ഇപ്പോഴാണ് ഇങ്ങനെ ഡോക്യുമെൻ്റ് അപ്ലോഡിനൊക്കെ മെസ്സേജ് വന്നിരിക്കുന്നത്. അപ്പം എനിക്കെപ്പോഴും ആദ്യമായിട്ട് ആരോട് ഞാനിത് പറയും എന്ന് ഓർക്കുമ്പോൾ സാറിൻ്റെ പേരാണ് ഓർമ്മ വന്നത്. അങ്ങനെ സാറിനെ വിളിച്ച് പറയാമെന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി പേര് കേട്ടോ. അതൊരു ഇമോഷണലി ഒരു വല്ലാത്തൊരു ഫീലാണ് ആക്ച്വലി. സ്റ്റുഡൻസ് നമ്മുടെ ക്ലാസ് കൊണ്ട് അവർക്ക് ബെനിഫിറ്റ് ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ഇപ്പം ഒരു ഗവൺമെൻറ് ജോലി എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലേ എല്ലാവരുടെയൊക്കെ ഒരു സ്വപ്ന സമാനമായ ഒരു കാര്യമാണ്. അപ്പോൾ അതിനുവേണ്ടി ഒരുപാട് വർഷം പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ ഒരു ഗവൺമെൻറ് ജോലി ലഭിക്കുമ്പം ഉറപ്പായിട്ടും അവരുടെ സോഷ്യൽ സ്റ്റാറ്റസ് ഒക്കെ ഇമ്പ്രൂവ് ആകുന്നുണ്ട്. പിന്നെ രണ്ടാമത്തേത് അവർ തന്നെ അവരുടെ ഒരു സെൽഫ് കുറച്ചുകൂടെ ഇമ്പ്രൂവ് ആകുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഒരു കുടുംബം അല്ലെ, അവരുടെ കുടുംബം തന്നെ രക്ഷപ്പെട്ടു പോകുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ആക്ച്വലി നമുക്ക് എജൂസ് അക്കാഡമിയിൽ കൂടെ തന്നെ നമുക്ക് അതിനൊക്കെ ഒരു ഭാഗമാകാൻ കഴിയുന്നു എന്ന് ഓർക്കുമ്പോൾ വളരെ സന്തോഷമാണ്. ഇത് തന്നെയാണ് എൻ്റെ ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും സ്റ്റുഡൻസിൻ്റെ ഭാഗത്തു നിന്ന് കിട്ടുന്ന ഇപ്പോൾ ഇമോഷണൽ ആയിട്ടുള്ള ഫീഡ്ബാക്ക് തന്നെയായിരിക്കും നല്ല രീതിയിലുള്ള ക്ലാസ്സുകൾ കൊടുക്കാൻ നമുക്കൊരു ഒരു മോട്ടിവേറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് തന്നെ. അപ്പോൾ ഈ അസിസ്റ്റൻറ്റ് പ്രൊഫസർ എക്സാമിൻ്റെ കോച്ചിങ്ങും എജൂസ് അക്കാഡമി ഉടൻ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം സ്റ്റാഫ് നഴ്സ് ലെവൽ എക്സാം ക്രാക്ക് ചെയ്ത ഒരാൾ സ്റ്റാഫ് നഴ്സ് ലെവൽ എക്സാമിനുള്ള കോച്ചിങ് കൊടുക്കുന്നത് സാധാരണമാണ്. ഒരുപക്ഷെ ഇത് കേരളത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കാം അസിസ്റ്റൻറ്റ് പ്രൊഫസർ എക്സാം ക്രാക്ക് ചെയ്തൊരു വ്യക്തി അസിസ്റ്റൻറ്റ് പ്രൊഫസർ എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ കോച്ചിങ് കൊടുക്കുക എന്നുള്ളത്.
അപ്പോൾ സാറ് പ്രിപ്പയർ ചെയ്ത സമയത്തുള്ള സാറിൻ്റെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജീസും സാറിൻ്റെ ആ ഒരു ഇൻസൈറ്റ്സും എങ്ങനെയാണ് സാർ അപ്കമിങ് ആസ്പിറൻസിന് ഷെയർ ചെയ്യാൻ അല്ലെങ്കിൽ അവർക്ക് അത് പകർന്നു നൽകാൻ സാർ ഉദ്ദേശിക്കുന്നത്? ഓക്കെ, ആക്ച്വലി അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇപ്പം ഓരോ എക്സാം അല്ലെങ്കിൽ ഓരോ പോസ്റ്റിലേക്കുള്ള എക്സാം എന്ന് പറയുമ്പോഴത്തേക്ക് ഓരോ ലെവലിലുള്ള എക്സാംസ് ആണ് വരിക അല്ലേ. അതായത് ഇപ്പോൾ സ്റ്റാഫ് നഴ്സ് എക്സാം എന്ന് പറയുമ്പോഴത്തേക്ക് സാധാരണ ക്വാളിഫിക്കേഷൻ വരിക GN അല്ലെങ്കിൽ BSc ആണ്. അപ്പോൾ ആ ഒരു ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുക കൂടുതലും. നെക്സ്റ്റ് ഒരു അസിസ്റ്റൻറ്റ് പ്രൊഫസർ എക്സാം വരുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ ഒരു ഹയർ ആയിട്ടുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക. ഇപ്പോൾ നമ്മൾ പുറത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ സിവിൽ സർവീസിനൊക്കെ കോച്ചിങ് എടുക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ നീറ്റ് PGക്ക് ക്ലാസ് എടുക്കുന്ന ആൾക്കാർ നോക്കിക്കഴിഞ്ഞാൽ അവരും ഏകദേശം മിക്കവാറും നല്ല ഹൈ ക്വാളിറ്റി ക്ലാസ് കൊടുക്കുക എന്ന് പറയുന്നവർ ഈ എക്സാംസ് പാസ്സായിട്ടുള്ളവർ തന്നെ ആയിരിക്കും. അപ്പം ഉറപ്പായിട്ടും നമ്മൾ ഈ എക്സാമിന് വേണ്ടി തയ്യാറെടുത്തിട്ടുണ്ട് എങ്കിൽ നമ്മൾ ഏത് രീതിയിലാണ് തയ്യാറെടുത്തത് അത് ആ രീതിയിൽ നമുക്ക് സ്റ്റുഡൻസിനെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് കഴിയും, ഒന്നാമത്തെ കാര്യം. രണ്ടാമത് നമ്മൾ ആക്ച്വലി ഞാൻ പറഞ്ഞല്ലോ എൻ്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക ഏകദേശം എക്സാമിന് ഒരു 2 വർഷം മുന്നെയാണ്. അപ്പം പ്രിപ്പറേഷൻ എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു പ്രിപ്പറേഷൻ അല്ല, ഒരു ഹയർ ലെവൽ പ്രിപ്പറേഷൻ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഈ പറഞ്ഞ പോലെ നോട്ട്സ് കാര്യങ്ങളൊക്കെ നമ്മൾ ഏതെങ്കിലും ഒരു ബുക്ക് വായിച്ച് പഠിച്ചിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റാങ്ക് ഫയൽ പഠിച്ചിട്ടോ ഒന്നും കാര്യമില്ല കേട്ടോ ശരിക്കും പറഞ്ഞാൽ. അപ്പം ഒരു സബ്ജക്റ്റ് തന്നെ എടുത്തു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ മൾട്ടിപ്പിൾ ഒന്നിൽ കൂടുതൽ ബുക്സ് വായിക്കുക, അതിൻ്റെ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക, അത് പീരിയോഡിക്കായിട്ട് റിവൈസ് ചെയ്യുക, വീണ്ടും നമ്മൾ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക, ഈ നമ്മുടെ കണ്ടന്റ് വീണ്ടും അപ്ഡേറ്റ് ചെയ്യുക. ആക്ച്വലി ആ രീതിയിൽ നമ്മൾ ചെയ്യുവാണെങ്കിൽ നമുക്ക് അതിന് ഒരുപാട് സമയം വേണം, നമ്മൾ ഒരുപാട് ടൈം ഒരുപാട് ഡെഡിക്കേറ്റ് ചെയ്യേണ്ടി വരും, പിന്നെ ഒരുപാട് കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം ഈ രീതിയിലാണ് ആക്ച്വലി നമ്മൾ ഒരു സ്ട്രാറ്റജി നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അതായത് ഈ പറഞ്ഞ പോലെ ഒരുപാട് ബുക്കിൻ്റെ റെഫറൻസ്, അതിൻ്റെ ക്വസ്റ്റ്യൻസ്, അത് സംബന്ധിച്ചുള്ള ഡിസ്കഷൻ, ആ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മൾ ആക്ച്വലി കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ആക്ച്വലി ഈ രീതിയിലൊരു പ്രിപ്പറേഷൻ ആയിരിക്കും എപ്പോഴും സ്റ്റുഡൻസിന് ഹെൽപ്ഫുൾ ആകുക എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ സാറ് പറഞ്ഞു നേരത്തെ എയിംസ് ഭുവനേശ്വറിൽ ഏകദേശം 6 വർഷത്തോളം ഫാക്കൽറ്റി ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് തന്നെ ഒത്തിരി സ്റ്റുഡൻസിനെ കോച്ചിങ് സാർ കൊടുത്തിട്ടുണ്ട്. ഇപ്പം സ്റ്റേറ്റ് ലെവലിലായാലും സെൻട്രൽ ലെവൽ എക്സാംസിനായാലും ഒത്തിരി സ്റ്റുഡൻസിനെ സാർ സർക്കാർ ഉദ്യോഗസ്ഥരാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ സാറിനെ പോലെ ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളുടെ കീഴിൽ സ്റ്റുഡൻസ് പഠിക്കാൻ വരുമ്പോൾ മറ്റുള്ളവരിൽ നിന്ന് എന്താണ് വ്യത്യസ്തമായിട്ട് അവർ പ്രതീക്ഷിക്കേണ്ടത്? ആക്ച്വലി ഈ പറഞ്ഞ പോലെ ഞാൻ പല രീതിയിലുള്ള പല എക്സാംസിനും സ്റ്റുഡൻസിനെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം അവരൊക്കെ ഇപ്പം നല്ല നിലയിലാണ്, നല്ല നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്, അതിൽ വളരെ സന്തോഷമാണ്. അപ്പോൾ ആക്ച്വലി നമ്മുടെ എഡ്യൂസ് അക്കാഡമിയുടെ ഒരു സ്റ്റഡി സ്ട്രാറ്റജി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള തിയറി ക്ലാസ്സുകളാണ്. ആക്ച്വലി നമുക്ക് സക്സസ്സിന് ഒരു ഷോർട്ട് കട്ട് ഇല്ല എന്നാണ് പറയുക അല്ലേ. സക്സസ്സിന് ഒരിക്കലും ഒരു ഷോർട്ട് കട്ട് ഇല്ല. അതെ, നമ്മൾ ആക്ച്വലി എപ്പോഴും സ്ട്രഗിൾ ചെയ്ത് തന്നെ പഠിക്കുക, അതായത് വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് വളരെ നല്ല രീതിയിൽ പഠിക്കുക എന്നുള്ളതാണ്. അപ്പം ഡീറ്റെയിൽ ആയിട്ടുള്ള തിയറി ക്ലാസ്സുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൂടാതെ തന്നെ പഠിച്ച കാര്യങ്ങൾ, ആക്ച്വലി നമ്മൾ ഈ പഠിച്ച കാര്യങ്ങളൊക്കെ ഞാനും പഠിച്ചപ്പോഴൊക്കെ നോക്കിയിട്ടുള്ളതാണ് കേട്ടോ. ആക്ച്വലി നമ്മളിപ്പം മേ ബി ഒരു 2 ആഴ്ച അല്ലെങ്കിൽ 3 ആഴ്ച കൊണ്ട് ഒരു സബ്ജക്റ്റ് കംപ്ലീറ്റ് കവർ ചെയ്തെന്ന് വെച്ചോളൂ. അത് കവർ ചെയ്തിട്ട് വീണ്ടും 1 മാസം കഴിഞ്ഞിട്ട് ആ ബുക്ക് വീണ്ടും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് നമുക്ക് പുതിയതായിട്ട് തോന്നും, നമ്മൾ വീണ്ടും ഒന്നേന്ന് പഠിക്കുന്നത് പോലെ തോന്നും. അപ്പം നമ്മുടെ സ്റ്റഡി സ്ട്രാറ്റജിയിൽ നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കേണ്ടത് ഒന്ന് ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റഡി, പിന്നെ അതോടൊപ്പം പഠിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ റിവിഷൻ കൂടെ കൊണ്ടുപോകുക എന്നുള്ളതാണ്. അതായത് ഒരാഴ്ച പഠിക്കുക, ആ ടോപ്പിക്ക് നെക്സ്റ്റ് ഒരു ഡേ റിവൈസ് ചെയ്യുക, പിന്നെ പുതിയ ടോപ്പിക്സ് പഠിക്കുക. അപ്പം അങ്ങനെ ഒരു സ്റ്റഡി സ്ട്രാറ്റജിയാണ് നമ്മൾ ആക്ച്വലി നമ്മുടെ സ്റ്റുഡൻസിന് കൊടുക്കുക. ഇപ്പോഴാണെങ്കിലും നമ്മുടെ DME സ്റ്റുഡൻസിലാണെങ്കിലും അത് തന്നെയാണ്. നമ്മൾ തന്നെ ഒരു റിവിഷൻ പ്ലാനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടാണ് സ്റ്റുഡൻസ് പഠിക്കുക. അപ്പം പഠനം, ഡീറ്റെയിൽ ആയിട്ടുള്ള പഠനം, കൂടാതെ അത് പഠനത്തോടൊപ്പം തന്നെയുള്ള റിവിഷൻ, പിന്നെ മൂന്നാമത്തേതായിട്ട് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ്. അപ്പം ഈ രീതിയിൽ ആണ് ആക്ച്വലി നമ്മൾ എഡ്യൂസ് അക്കാഡമിയിൽ നമ്മുടെ സ്റ്റഡി പ്ലാൻ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ റാങ്ക് ബൂസ്റ്റർ പാക്ക് ഉണ്ട്, അതിനകത്ത് ഒരുപാട് ക്വസ്റ്റ്യൻസിൻ്റെ ഡിസ്കഷൻസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുകൂടാതെ തന്നെ വളരെ ഇൻറ്റൻസീവ് ആയിട്ടുള്ള റിവിഷൻ ക്ലാസ്സുകൾ വരുന്നുണ്ട്, പിന്നെ ലൈവ് സെഷൻസ് ഒരുപാട് വരുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ട് ഈ ഒരു എക്സാം, ഇത്രയും ഹാർഡായിട്ടുള്ള എക്സാം നമുക്ക് പാസ്സാകാനായിട്ട് കഴിയും. എഡ്യൂസ് അക്കാഡമി സാർ നേരത്തെ പറഞ്ഞതുപോലെ എഡ്യൂസ് അക്കാഡമി വളരെ ഹൈ ക്വാളിറ്റിയിലുള്ള ക്ലാസ്സസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഏറ്റവും എടുത്തു പറയേണ്ട ഒരു ഫീച്ചർ എന്ന് പറയുന്നത് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്രിന്റഡ് സ്റ്റഡി മെറ്റീരിയൽസ് ആണ്. അതിൻ്റെ ഫീച്ചേഴ്സ് ഒന്ന് നമ്മുടെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്യാമോ? ഓക്കെ, ആക്ച്വലി ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഒരു സ്റ്റഡി പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നത്. അപ്പം ഒരുപാട് ബുക്സൊക്കെ റെഫർ ചെയ്തിട്ടുള്ള നോട്ട്സാണ് നമ്മൾ പ്രിപ്പയർ ചെയ്തിരുന്നത്. ആക്ച്വലി ആ ഒരു ക്വാളിറ്റിയിൽ തന്നെ ഇപ്പം ഒരു ബുക്കിൽ കിട്ടാത്ത അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ബുക്സിൽ നിന്ന് കിട്ടുന്ന ഒരു കണ്ടന്റാണ് നമ്മൾ നമ്മുടെ റാങ്ക് ഫയലിൽ ആക്ച്വലി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ആക്ച്വലി സ്റ്റുഡൻസിന് കുറച്ചുകൂടെ ഈസി ആയി കാര്യങ്ങൾ. അതായത് ഒരു 4-5 ബുക്കൊന്നും പഠിക്കേണ്ട കാര്യമില്ല, ഒറ്റ ബുക്ക് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കണ്ടന്റ്, കൺസൈസ് ആയിട്ടുള്ള
ഒരു ഒരുപാട് കോൺക്രീറ്റ് ആയിട്ടുള്ള എനിക്ക് തോന്നുന്നു ഏകദേശം ആ സിലബസ് തന്നെയാണ് നമ്മൾ ഇൻഡെപ്ത് ആയിട്ട് ആ ഒരു ബുക്കിൽ ആ ഒരു 6 സെറ്റ് ഓഫ് ബുക്കിൽ കവർ ചെയ്തിട്ടുള്ളതെന്ന് തോന്നുന്നു. അതെ അതെ, സ്റ്റുഡൻസിനൊക്കെ പഠിക്കാൻ ഈസി ആയിട്ട് തന്നെ. അതെ, സാധാരണ നമുക്ക് ഇത്രയും കണ്ടന്റ് അല്ലെങ്കിൽ ഇത്രയും സിലബസ് വരുമ്പോഴത്തേക്ക് ഒരു വലിയ ബുക്കായിരിക്കും. അപ്പോൾ അവർക്ക് ക്യാരി ചെയ്യാനും അവർക്ക് പഠിക്കാനും ഒക്കെ ഈസി ആകാനായിട്ട് ആണ് ആക്ച്വലി ഇതൊരു 6 മൊഡ്യൂളിൽ നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ വളരെ കണ്ടൻസ്ഡ് ആയിട്ടുള്ള തിയറിയാണ് ഇതിനകത്ത് വരിക കേട്ടോ. അപ്പോൾ ഇത് സ്റ്റുഡൻസിന് ഒരുപാട് പ്രയോജനം ചെയ്യും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ ഒരു പേഴ്സണൽ ക്വസ്റ്റ്യൻ, സാറിന് ഈ ഒരു അച്ചീവ്മെൻറ്റ്സിലൂടെ പ്രത്യേകിച്ച് അസിസ്റ്റൻറ്റ് പ്രൊഫസർ എക്സാമിൻ്റെ ഒരു അച്ചീവ്മെൻറ്റിലൂടെ പേഴ്സണൽ ലൈഫിലാവട്ടെ പ്രൊഫഷണൽ ലൈഫിലാവട്ടെ ഒത്തിരി ചേഞ്ചസ് തീർച്ചയായിട്ടും വന്നിട്ടുണ്ടാവും. അപ്പോൾ അത് നമുക്കറിയാം, സെൽഫ് മോട്ടിവേഷൻ, നമുക്കൊരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് എങ്ങനെയൊക്കെയാണ് മാറാൻ പോകുന്നത് അവരവർക്കേ അറിയാൻ പറ്റത്തുള്ളൂ. സെൽഫ് മോട്ടിവേഷനാണ് എപ്പോഴും നമുക്കൊരു ഒരു അച്ചീവ്മെൻറ്റിലോട്ട് എത്താൻ പറ്റിയ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു അച്ചീവ്മെൻറ്റിലൂടെ, അതായത് അസിസ്റ്റൻറ്റ് പ്രൊഫസർ ആയതിലൂടെ സാറിന് കിട്ടിയ ഒരു അക്സെപ്റ്റൻസ് നമ്മുടെ അപ്കമിങ് ആസ്പിറൻസിന് സാർ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാമോ? ആക്ച്വലി ഞാൻ ഒരു പല കാറ്റഗറിയിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിട്ടുണ്ട് സ്റ്റാഫ് നഴ്സായിട്ട്, പ്രൈവറ്റ് നഴ്സിംഗ് കോളേജിൽ ടീച്ചിങ്ങിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, പിന്നെ സെൻട്രൽ ഹോസ്പിറ്റൽ, അതായത് ഞാൻ നാട്ടിൽ തന്നെ ESIയിൽ സെൻട്രലായിരുന്നു ഞാൻ സ്റ്റാഫ് നഴ്സായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിനുശേഷമാണ് ഞാൻ ടീച്ചിങ്ങിലേക്ക് തിരിയുക. അത് ഒരു സെൻട്രൽ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരുന്നു. പിന്നെ വീണ്ടും തിരിച്ച് ഞാൻ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൽ തന്നെ ടീച്ചിങ്ങിൽ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആക്ച്വലി നമുക്കറിയാം, നമ്മളിപ്പോൾ പുറത്തോട്ടൊക്കെ ഇറങ്ങിയിട്ട് ഒരാളോട് പറയുകയാണ് ഞാൻ അസിസ്റ്റൻറ്റ് പ്രൊഫസർ ആണ് എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സോഷ്യൽ അക്സെപ്റ്റൻസ് അത് ഒരു വല്ലാത്തൊരു ഫീലാണ് കേട്ടോ. ഭയങ്കര നമുക്ക് പറയുമ്പോൾ ഒരു സന്തോഷം, നമ്മുടെ വീട്ടുകാർക്ക് സന്തോഷം, പിന്നെ കേൾക്കുമ്പോൾ അവർക്കും ഒരു വലിയൊരു സന്തോഷവും ഒരു ആദരവും ഒക്കെയാണ്. അത് നമുക്ക് അത് അനുഭവിച്ചറിയുമ്പോഴത്തേക്ക് നമുക്ക് അത് മനസ്സിലാവും. അപ്പം ഇത് ഒരു കാര്യമാണ്. അപ്പം അതുകൂടാതെ തന്നെ നമുക്ക് കിട്ടുന്ന സെൽഫായിട്ടുള്ള, അതായത് നമുക്ക് നമ്മുടെ ഫാമിലിക്ക് ഒക്കെ കിട്ടുന്ന ഒരു മോട്ടിവേഷൻ അല്ലെങ്കിൽ ഒരു നല്ലൊരു പൊസിഷനാണ് എന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ കാര്യങ്ങൾ വളരെ നല്ലതാണ്. പിന്നെ അതുകൂടാതെ തന്നെ നമുക്ക് എപ്പോഴും നമ്മളത് അങ്ങനെ പറയാതെ വിടുന്നത് ശരിയല്ല എന്ന് തോന്നുന്നു, ഒരു ഫിനാൻഷ്യലി ഉള്ള ഒരു സ്റ്റെബിലിറ്റി കൂടെ അത് വളരെ നല്ലതാണ്. അതായത് നമുക്ക് ആക്ച്വലി നമ്മുടെ കാര്യങ്ങൾക്ക് നടന്നു പോകണമെങ്കിൽ നമുക്ക് ഇൻകം വേണമല്ലോ. അപ്പോൾ അതിന് ആക്ച്വലി ഒരു ബെറ്റർ പേയ്മെൻറ്റ് തന്നെയാണ് നമുക്ക് ഇതിൽ കിട്ടുക. അതായത് നമ്മൾ എൻട്രി കേട്ടറിൽ തന്നെ ഒരു ഗസറ്റഡ് ഓഫീസറായിട്ടാണ് കയറുക. നമ്മുടെ പേയ്മെൻറ്റ് എന്ന് പറയുന്നത് UGCയുടെ സ്കെയിൽ അനുസരിച്ചിട്ടാണ്. ആക്ച്വലി സ്റ്റേറ്റ് ഗവൺമെൻറ് ആണ് പേയ്മെൻറ്റ് തരുന്നതെങ്കിലും അതിൽ പേയ്മെൻറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആക്ച്വലി 50% ഫണ്ട് സ്റ്റേറ്റ് ഗവൺമെൻറ്റും 50% ഫണ്ട് സെൻട്രലിൽ നിന്നാണ് വരിക. അപ്പോൾ ഒരു UGC അതായത് നമ്മുടെ എല്ലാ കോളേജിലും ഗവൺമെൻറ് കോളേജിൽ കിട്ടുന്ന ആ സെയിം പാക്കേജ് തന്നെയാണ് നമുക്ക് ഇവിടെയും കിട്ടുക. നല്ല അത്യാവശ്യം തിരക്കേടില്ലാത്ത നല്ല ഒരു പേയ്മെൻറ്റ് തന്നെയാണ്. ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ലൈഫൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ ഒരു പോസ്റ്റാണ്. അതുകൂടാതെ എപ്പോഴും ഞാൻ പറയുന്ന പോലെ ഒരു ഗ്ലാമറസ് പോസ്റ്റും കൂടെയാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് ആർക്കാണെങ്കിലും നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഇത് എക്സാം പാസ്സാകാൻ പറ്റും, ജോലിയിൽ പ്രവേശിക്കാനും ഒക്കെ പറ്റും. അപ്പോൾ നമുക്ക് ഏകദേശം വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. നമുക്കറിയാം, ഇത്രയും ഇൻഫോർമേറ്റീവും പ്രത്യേകിച്ച് അതിലുപരി ഇൻസ്പയറിംഗ് ആയിട്ടുള്ള കുറച്ച് തോട്ട്സും ഷെയർ ചെയ്തതുകൊണ്ട് സാറിന് ഹേർട്ട്ഫുൾ താങ്ക്സ്. അപ്പം ഈ ഒരു ടോക്കിലൂടെ നിങ്ങൾക്ക് അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ നഴ്സിംഗ് എക്സാമിനെ കുറിച്ച് ചെറിയൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവാം. ഈ പറഞ്ഞതുപോലെ നിങ്ങളുടെ ഭാഗത്തുനിന്ന് കുറച്ച് എഫേർട്ട് കൊടുക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാം. സാറ് പറഞ്ഞതുപോലെ നേരത്തെ തന്നെ പഠിച്ചു തുടങ്ങുക, നോട്ടിഫിക്കേഷൻ വരുന്നത് വരെ വെയിറ്റ് ചെയ്യേണ്ട യാതൊരു വിധമായ ആവശ്യമില്ല. അപ്പോൾ അറിയാം, സ്ട്രഗിൾ ചെയ്ത് തന്നെ പഠിക്കുക, സ്ട്രഗിൾ ചെയ്യാതെ നമുക്ക് സക്സസ്സിലോട്ട് എത്താൻ സാധിക്കത്തില്ല. അപ്പോൾ ഈ ഒരു എക്സാമിനെ കുറിച്ച് കൂടുതൽ അപ്ഡേഷൻസും ഡീറ്റെയിൽസും എജ്യൂസ് അക്കാഡമി നിങ്ങൾക്ക് തരുന്നതായിരിക്കും. കീപ് വാച്ചിങ് us. അപ്പോൾ സെഷൻ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്.